ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ, നിന്റെ മാത്രമല്ല നിന്റെ മരുമകനെയും കാലവൻ തല്ലി ഓടിച്ചു. മാർക്കോ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ വാമനെ തല്ലി കൊല്ലാൻ നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ? അവനല്ലേ നമ്മൾ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. കാൽ കാശ് കിട്ടുമെന്നറിയുമ്പോൾ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വരുമെന്ന് ഓർക്കണമെന്ന് മോഹിനി പറയുമ്പോൾ, എനിക്ക് കിട്ടിയത് മുഴുവൻ നിന്റെ ദേഹത്ത് തീർക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ പേടിപ്പിക്കുമ്പോൾ, ഒന്ന് ദേഹത്ത് തൊട്ട് നോക്ക്, അപ്പോൾ മാർക്കോയുടെ കയ്യിൽ നിന്നും ബാക്കി കൂടി കിട്ടിക്കോളും. ഇനി നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒട്ടും പേടിയില്ല. മകളെയും മരുമകനെയും പറഞ്ഞു തിരുത്തി അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് പകരം അവരെ രണ്ടുപേരെയും വഴിയാധാരാക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിന് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നു. തുടർന്ന് മുത്തശ്ശി ഒരു വിധത്തിൽ പ്രതാപനെ സോഫയിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ആ മോഹിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പിണക്കാനൊന്നും നിൽക്കണ്ട എന്നും, മാത്രമല്ല നഷ്ടപരിഹാരം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാശിയിൽ നിൽക്കുന്നത് ഉണ്ണിയാണെന്നെല്ലാം പറയുമ്പോൾ, അതിന് അമ്മ അവനെല്ലാം കൊടുത്തതല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുന്നതും, അവന് കിട്ടിയതൊന്നും പോരാ, അത് തന്നെയാണ് അവൻ്റെ കാലൊടിഞ്ഞതെന്ന് മുത്തശ്ശി പ്രാഗി കൊണ്ട് പറയുമ്പോൾ, അപ്പോൾ അവൻ്റെ കാലൊടിഞ്ഞതിൽ അമ്മയ്ക്ക് സന്തോഷമാണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നതും, കണ്ണ് നടക്കുമ്പോൾ അവൻ വീൽ ചെയറിലിരുന്ന് കാണാൻ എനിക്ക് സന്തോഷമൊന്നുമില്ല, പിന്നെ അവൻ എല്ലാം കൈക്കലാക്കിയതിന് ശേഷം നഷ്ടപരിഹാരം കൂടി വേണമെന്ന് പറയുമ്പോൾ, ഇത് മാത്രം അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും. തുടർന്ന് അമ്മ കരുണമോളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പ്രതാപൻ പറയുമ്പോൾ, ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും, പിന്നെ മോൾക്കും കുഞ്ഞിനും ആരെങ്കിലും ഒരു ആശ്രയം വേണ്ടേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് ഇനി മരുമകനെ പോലെ നിനക്കും വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുമോ പ്രതാപ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. പിന്നീട് വാമനാണെങ്കിലും തിരികെ വീട്ടിലെത്തുന്നു. വാമനെ കണ്ട് കലി കയറി പോവാണ് സീമന്തിനിക്ക്. നിങ്ങളുടെ വീടായതുകൊണ്ട് മാത്രം ഇവിടേക്ക് നിങ്ങൾക്ക് കയറാമെന്നും, അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും നാണക്കേടുണ്ടാക്കിയ നിങ്ങളെ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല എന്നും, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്നെല്ലാം സീമന്തിനി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു. തുടർന്ന് മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടിയ കർക്കിടക ചികിത്സയെക്കുറിച്ചും വാമൻ പറയുന്നുണ്ട്. നിങ്ങൾ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ, അത്രയ്ക്ക് നാണം കെട്ടു. സ്വാതി മോളെയും മേഘനെയും വിഷം കൊടുത്ത് ഞാനും അങ്ങ് മരിക്കാൻ പോലും ആലോചിച്ചതാണെന്നും സീമന്തിനി പറയുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ സീമന്തിനി എന്ന് വാമൻ ചോദിക്കുമ്പോൾ, ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എന്നായാലും കിട്ടുമെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ? വിശ്വനാഥൻ്റെ ആത്മാവാണ് പ്രതാപനെ കൊണ്ട് എല്ലാം പറയിച്ചത്. എന്തിനാണ് ആ പാവത്തിന് നിങ്ങൾ കൊന്നത്? ജോലി പോയാലും നിങ്ങളുടെ ഭർത്താവനാണ് വിശ്വനാഥൻ. അത് നിങ്ങൾ എന്താ ഓർക്കാതിരുന്നത്? അങ്ങനെ നിങ്ങൾ മാറിപ്പോയിരുന്നുവെങ്കിൽ പിന്നീട് വിശ്വനാഥൻ നിങ്ങളെ സഹായിക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. ദുർഗയാണെങ്കിലും നമ്മളെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി കിട്ടിക്കൊണ്ടിരുന്ന സാലറി പോലും കിട്ടില്ല. സ്വാതിയുടെ കല്യാണവും കണ്ണൻ നടത്തില്ല എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, നീ എങ്ങനെയെങ്കിലും അവളുടെ കാല് പിടിക്കാൻ വാമൻ പറയുന്നതും, അതിലും ഭേദം എന്നെ അങ്ങ് കൊന്നുകളയുന്നതാണ്. ഇപ്പോൾ ദുർഗയുടെ സ്വഭാവം മാറിപ്പോയി. അവളിപ്പോൾ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയൊക്കെ സൈഡിലാണ്. കരുണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ പേരിൽ ഉണ്ണിയോട് പോലും ദുർഗയ്ക്കിപ്പോൾ സ്നേഹമില്ല എന്നും സീമന്തിനി പറയുന്നു. തുടർന്ന് എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടെന്നെല്ലാം വാമൻ പറയുമ്പോൾ, ചെല്ല്, അവൾ തിളച്ച വെള്ളം നിങ്ങളുടെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് സീമന്തിനി പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. തുടർന്ന് വാമൻ സീമന്തിനിയുടെ അടുത്ത് വന്നിട്ട് അനുനയത്തിൽ പറയുന്നുണ്ട്, കേസ് നടത്തണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ബാങ്കിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതുപയോഗിച്ച് കേസ് നടത്ത്. ഞാനൊരു തരി പൊന്നു പോലും വിൽക്കാനായിട്ട് സമ്മതിക്കില്ല. കണ്ണൻ തളർന്ന സമയത്ത് മരുന്ന് മാറ്റി കൊടുത്ത് നിങ്ങൾ അവനെ വീണ്ടും തളർത്തി കിടത്തി. ആ പാപമൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കഴുകി കളയാൻ പറ്റും? തുടർന്ന് ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വാമൻ പറയുമ്പോൾ, എന്തിനാ അവനെ കാണുന്നത്? അവനൊരു പുരോഗതിയില്ല. തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതിന് പോലുള്ള കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി വാമൻ്റെ നേരെ ചൂടാവുന്നുണ്ട്. പിന്നീട് എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ മേഘൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതൊക്കെ വെറുതെയായി. തുടർന്ന് ഇപ്പോൾ കണ്ണൻ നടന്നു തുടങ്ങി എന്നെല്ലാം, നീ അതറിഞ്ഞു എന്നെല്ലാം വാമൻ ചോദിക്കുന്ന സമയത്ത്, എല്ലാം ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി വരുന്നു. തുടർന്ന് അന്ന് കണ്ണനോടൊപ്പം പോയ സമയത്തല്ലേ നിനക്ക് ഈ അപകടം ഉണ്ടായത്? അന്ന് തന്നെ അവൻ നടന്നു തുടങ്ങിയിരുന്നു എന്ന് വാമൻ ചോദിക്കുമ്പോൾ, അതേ എന്നുള്ള മട്ടിൽ തല അനക്കാണ് മേഘൻ ചെയ്യുന്നത്. അവൻ്റെ സഹായം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇവന് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയില്ല. തുടർന്ന് സ്വാതി വരുമാനത്തിനായിട്ട് ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്നും, ഇനി ഞാനും എവിടേക്കെങ്കിലും ജോലിക്ക് പോവാണ്, അടുക്കള പണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആവാൻ നിൽക്കാൻ പോവാണെന്നും, നിങ്ങളോടും നിങ്ങളുടെ മോളോടും പലതവണ ഞാൻ പറഞ്ഞതല്ലേ ഇതിനൊന്നും നിൽക്കരുതെന്നും. ജോലിയും ചെയ്യാതെ പൈസ തന്നവനായിരുന്നു കണ്ണൻ.
എല്ലാം അവൻ്റെ മനസ്സിൻ്റെ നന്മയാണ്, അതെല്ലാം നിങ്ങൾ തുലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമർഷത്തോടെ സീമന്തിനി പോകുന്നു. ശേഷം മേഘനോടായിട്ട് വാമൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമുക്കിതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാമായിരുന്നു. ഇനിയിപ്പോൾ കേസ് നടക്കുന്ന സമയത്ത് കണ്ണനും അനന്തുവൊക്കെയായിരിക്കും കോടതിയിലേക്ക് വരാൻ പോകുന്നത്. അവർ കേസ് നല്ല പോലെ പഠിപ്പിച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. മാത്രമല്ല അവരുടെ കയ്യിൽ എല്ലാത്തിനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ വക്കീലിന് പൈസ കൊടുക്കുന്നത് മാത്രം മിച്ചം. ഇനിയിപ്പോൾ ലക്ഷങ്ങളാണ് വക്കീലിന് ഫീസായിട്ട് കൊടുക്കേണ്ടത്. പ്രതാപിന് അതിനുള്ള വകയുണ്ടെന്ന് വെക്കാം. നമുക്ക് അത് വല്ലതും ഉണ്ടോ? ബാങ്കിൽ കുറച്ച് പൈസയുണ്ട്, മാത്രമല്ല ഈ വീടും പറമ്പുണ്ട്. ഇതെല്ലാം വിറ്റ് കഴിഞ്ഞാൽ നിൻ്റെ ചികിത്സയ്ക്കും സ്വാതിയുടെ കല്യാണത്തിനും എന്ത് ചെയ്യും? എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിപ്പോവുക എന്നെല്ലാം വാമൻ പറയുന്നു. തുടർന്ന് അന്നത്തെ ആക്സിഡൻറ്റിൽ അവനും കൂടി അങ്ങ് തീർന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ലക്ഷ്മി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. കമലേശ്വരൻ കമ്പനിയും നമ്മുടെ കയ്യിലിരുന്നേനെ. അന്ന് മരുന്ന് മാറ്റിക്കൊടുത്ത് അവനെ തളർത്തിയിരുത്താൻ നോക്കിയപ്പോൾ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൂട്ടിക്കൊടുക്കാനും തോന്നിയില്ല. വീൽ ചെയറിൽ തളർന്നിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ലായിരുന്നു എന്ന് തോന്നിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമൻ വീണ്ടും പരിതപിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന മേഘനാണെങ്കിൽ അമർഷത്തോടെ നിരാശ പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പിന്നീട് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കുഞ്ഞിനെയും കുറിച്ച്, ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ മാർക്കോയോട് പറയുന്നുണ്ട്. അതായത് ആ കുഞ്ഞിന് നാഗദംശനം ഏറ്റാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്നും, ആ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് എനിക്കൊരു പേടിയും ഇല്ല. പക്ഷേ ആ കുഞ്ഞ് കല്യാണപ്രായം ആയിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വിവാഹം നടത്താനായിട്ട് കുറച്ച് വിഷമിക്കേണ്ടി വരും. അതിനെ വിവാഹം കഴിക്കുന്ന ആൾ ദൈവികാധീനം ഉള്ള ആളല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ദാമ്പത്യം നല്ല രീതിയിൽ പോവില്ല എന്നും, മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ ജനനസമയം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജാതകം ഞാൻ ഗണിച്ചു എന്നും, തുടർന്ന് വ്യാഴം മഹാലക്ഷ്മിയുടെ പോലെ തന്നെ ഉച്ചസ്ഥായിയിലാണ്. ഉത്തമ പുരുഷന്മാർക്കും പതിവ്രതകളായ സ്ത്രീകൾക്കും മാത്രമാണ് അത്തരം ജാതകം കിട്ടാറുള്ളത്. അതായത് 1% പോലും തെറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയായിരിക്കും ഈ മോള്. മഹാലക്ഷ്മിയേക്കാളും കണ്ണനേക്കാളും ഒക്കെ മുകളിൽ 10,000 മടങ്ങ് മുകളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നെല്ലാം അമ്മ പറയുമ്പോൾ, അപ്പോൾ അമ്മയെപ്പോലെ തന്നെ ആ കുട്ടിയെയും തൊഴാം അല്ലേ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ, അതിന് പ്രായമൊന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ട് അമ്മ. ഇനി കണ്ണനും മഹാലക്ഷ്മിയല്ല, ആ കുഞ്ഞിനെയാണ് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ ദ്രോഹിക്കാനായിട്ട് ആർക്കും പറ്റില്ല. തുടർന്ന് മഹാലക്ഷ്മിയുടെ അമ്മയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ കുടിയിരുത്തുകയും ചെയ്യുന്ന അമ്മയാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും മഹാലക്ഷ്മിക്കുണ്ട്. കണ്ണൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും സത്യസന്ധരാണ്. ആ ഗുണമാണ് കണ്ണന് കിട്ടിയിരിക്കുന്നത് എന്നും, ഈ കുഞ്ഞും അതുപോലെ സൽസ്വഭാവിയായിട്ട് വളരുന്ന ഒരു നല്ലൊരു പെൺകുട്ടി തന്നെയാണ് എന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. ഇതേ സമയം ഒരുപാട് ആർഭാടങ്ങളൊന്നും വേണ്ട എന്ന് കണ്ണൻ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളിതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നും അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. ആ ഒരു ആഗ്രഹം ഞങ്ങൾ നിൻ്റെ കുഞ്ഞിലൂടെ സാധിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഇതേ സമയം നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ പോകുന്ന കാര്യത്തെ ആ ഒരു സങ്കടമൊക്കെ ലേഖ പറയുമ്പോൾ, അങ്ങനെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. എങ്കിലും അധിക ദിവസമൊന്നും ആ കുഞ്ഞിവിടെ കാണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വീണ്ടും വിഷമിക്കുമ്പോൾ അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ഇതേ സമയം മഹിയാണെങ്കിൽ ലേഖയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ചതാണെങ്കിലും കുഞ്ഞ് ലേഖയുടേതും കൂടിയല്ലേ എന്ന് പറയുമ്പോൾ അനന്തവും അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു. തുടർന്ന് ജർമ്മനിയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ, പോകണമെന്നും പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാകണമെന്നെല്ലാം ലേഖ പറയുമ്പോൾ, ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടിയല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവളെ സമാധാനിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും അതിനോടൊപ്പം ഞാനും സ്വയം സമാധാനിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്ത് വീണ്ടും ഇമോഷണൽ ആകുന്നു. ഇതേ സമയം മഹിയാണെങ്കിൽ ആ ഒരു വിഷയം മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, അമ്മ നാളെ നൂലുകെട്ടിന് വരൂ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ കൂട്ടിക്കൊണ്ട് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് തടയാൻ കഴിയില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, എനിക്കതിനോട് യോജിപ്പില്ല കണ്ണേട്ടാ. നാളത്തെ ചടങ്ങ് അലങ്കോലമാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ഇവിടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ലേഖ പറയുന്നതും, അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ വരണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു ആധിയാണെന്നും
മാത്രമല്ല അസുരന്മാർ പലരും ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞല്ലോ, അവരിനി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ചോദ്യം കേട്ട് വല്ലാതാവുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കരുണാലയത്തിൽ എത്തുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്